Hello friends, welcome to the channel. അപ്പോൾ നമ്മളൊന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ HDFC ബാങ്കിന്റെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ നമ്മുടെ ആപ്പിൽ ത്രൂ അല്ലെങ്കിൽ നെറ്റ് ബാങ്കിങ് ത്രൂ നമുക്ക് എങ്ങനെ EMI കൺവേർട്ട് ചെയ്യാനാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അറിയാം ചില നമ്മൾ ഇപ്പോൾ എക്സാമ്പിൾ തന്നെ ഇപ്പോൾ സാംസങ്ങിന്റെ കുറേ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഞാൻ നമ്മുടെ സ്മാർട്ട് ഫോൺ സെക്ഷനിൽ നമുക്ക് സ്മാർട്ട് ഫോണിന്റെ ഡയറക്റ്റ് അവരുടെ വെബ്സൈറ്റിൽ കയറിയിട്ട് നമ്മൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 10,000 ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട് ഒക്കെ HDFC ബാങ്ക് ക്രെഡിറ്റ് കാർഡിന് ഉണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ ഒരു പ്രോബ്ലം എന്തായിരുന്നു, നമുക്ക് EMI കൺവേർട്ട് ആയി എടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ ക്യാഷ് ബാക്ക് കിട്ടില്ല, അതായത് ഈ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട് കിട്ടില്ല. അപ്പോൾ നമുക്ക് പക്ഷേ EMIയിലാണ് പ്രൊഡക്റ്റ് വാങ്ങുന്നത്. അപ്പോൾ നമുക്ക് അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ എല്ലാ ക്രെഡിറ്റ് കാർഡിലും നമുക്ക് അവരുടെ ആപ്പ് ത്രൂ നമുക്ക് EMI കൺവേർട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ HDFC ബാങ്കിന് ഒരു സെപ്പറേറ്റ് ആപ്പോ ക്രെഡിറ്റ് കാർഡിന് സെപ്പറേറ്റ് ആപ്പോ സംഭവങ്ങളൊന്നും ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിത് ചെയ്യാൻ പോകുന്ന HDFC ബാങ്കിന്റെ നെറ്റ് ബാങ്കിലാണ്. കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആണ്. നമ്മൾ ബാക്കിയുള്ള ക്രെഡിറ്റ് കാർഡുകളുടെ EMI കൺവേർഷൻ നോക്കി കഴിഞ്ഞാൽ അവരുടെ ആപ്പിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിന്ന് ഇതിൻ്റെ വീഡിയോ ചെയ്യാൻ പോകുന്നത്. എന്താ വെച്ചാൽ കുറേ പേര് ഇപ്പോൾ HDFC ബാങ്കിന്റെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ ക്രെഡിറ്റ് കാർഡ് ഉള്ളത് HDFC ബാങ്കിനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ പേർക്ക് ഇത് ഉണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ വീഡിയോ ഞാൻ ലൈവായിട്ട് ഞാൻ കാണിച്ചു തരാം. എന്താ വെച്ചാൽ നമുക്ക് എങ്ങനെ ഇതിൻ്റെ EMI നമുക്ക് എങ്ങനെ കൺവേർട്ട് ചെയ്യാൻ നമ്മൾ ഡയറക്റ്റ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ എന്തായാലും നമുക്ക് അതിന് വേണ്ടിയിട്ട് നമ്മുടെ സ്മാർട്ട് ഫോണിലേക്ക് പോകണം. അതിന് മുമ്പ് ചാനൽ പുതിയൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഒക്കെ മറക്കണ്ട. ഇൻസ്റ്റാഗ്രാമിൻ്റെ ഫേസ്ബുക്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ടാകും. ചാനൽ പേജ് നമ്മൾ Amazon ഇങ്ങനെ ചെക്ക് കൊടുത്തൊക്കെ മറക്കണ്ട കേട്ടോ. പിന്നെ എന്തായാലും സംശയങ്ങളൊക്കെ എൻ്റെ കമൻറ്റ് ചെയ്യാൻ നമ്മളെല്ലാ കമൻറ്റ് റിപ്പോർട്ട് കൊടുക്കുന്നതാണ്. രണ്ടാം ചാനൽ കാണുന്നവർ പോയി കണ്ടു വെക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാം കേട്ടോ. പിന്നെ എന്തെങ്കിലും ഉണ്ടോ, ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ പേജ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മെസ്സേജ് ഓപ്ഷൻ കിട്ടും. അപ്പോൾ അതിൽ മെസ്സേജ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് വിളിക്കുക. അപ്പോൾ നമ്മൾ മൊബൈൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ നിങ്ങൾ ഡയറക്റ്റ് ചെയ്യേണ്ടത് ഞാൻ ജസ്റ്റ് ഒന്ന് സൂം ചെയ്യാം കേട്ടോ. ജസ്റ്റ് ഗൂഗിളിൽ കയറിയിട്ട് HDFC നെറ്റ് ബാങ്കിൽ നിന്ന് അടിക്കുക. ഫസ്റ്റ് പേജ് വരും, അത് കയറുക. അതിൽ നമ്മൾ കസ്റ്റമർ ഐഡിയും അതുപോലെ തന്നെ പാസ്വേഡും കാര്യങ്ങളൊക്കെ അറിയാൻ പറയും. അപ്പോൾ ഞാൻ അതൊന്ന് അടിച്ചിട്ട് തിരിച്ചു വരാം കേട്ടോ. അപ്പോൾ നമ്മൾ ലോഗിൻ ആയിട്ടുണ്ട്. അപ്പോൾ ലോഗിൻ ആയി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു പേജ് കാണാം. ഇതിൻ്റെ ഹോം പേജായിട്ട് നമുക്ക് കാണാം. പിന്നെ നമുക്കിവിടെ ഇങ്ങനെ ഒരു പേജ് വരിക. നിങ്ങൾക്ക് ഇതിൽ ഞാൻ ഇതൊന്ന് സൂം ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഒരു പേജ് വരിക. അപ്പോൾ നമ്മുടെ പേര് അങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ പോയി കഴിഞ്ഞാൽ കാർഡ് സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ്സ് ഡീറ്റെയിൽസ് കാണാം. അപ്പോൾ ഇവിടെ കാണാം നിങ്ങൾക്ക് കാർഡ് സെക്ഷനിൽ പോയി കഴിയുമ്പോൾ നമ്മുടെ ഇവിടെ ഡീറ്റെയിൽസിൽ നമുക്ക് നമ്മുടെ ആക്റ്റീവ് ക്രെഡിറ്റ് കാർഡ്സ് നമ്പേഴ്സും കാര്യങ്ങളൊക്കെ കൂടെ കാണിക്കുന്നുണ്ട്. ആക്റ്റീവ് ക്രെഡിറ്റ് കാർഡ് നമ്പേഴ്സ് നമുക്ക് എത്ര ഡ്യൂ ഉണ്ടെന്നൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ പോകാനും പകരം നമുക്ക് നമ്മളെ എന്താ പറയുക കാർഡ് സെക്ഷനിൽ പോകാണ്ട് വരെ നമ്മുടെ അക്കൗണ്ട് സെക്ഷനാണ്. നമുക്കിവിടെ നമ്മൾ കാർഡ് സെക്ഷൻ എടുത്തപ്പോൾ ഇവിടെ ഫുള്ള് വന്നേക്കുന്ന അതിൻ്റെ ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ അതിൽ ട്രാൻസാക്ട് ഡീറ്റെയിൽസിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം ക്രെഡിറ്റ് കാർഡ് പേയ്മെൻറ്റ്സ്, ഇൻസ്റ്റാ ലോൺ, സ്മാർട്ട് EMI കണ്ടോ. അപ്പോൾ സ്മാർട്ട് EMI എടുക്കുക. സ്മാർട്ട് EMI എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് കാർഡാണോ വേണ്ടത് ആ കാർഡ് സെലക്ട് ചെയ്ത് കൊടുക്കുക, വ്യൂ കൊടുക്കുക. അപ്പോൾ നമുക്ക് അവിടെ നമ്മുടെ ഏതെങ്കിലും എമൗണ്ട് വ്യൂ ഉള്ളത് കാണിക്കും. അപ്പോൾ എൻ്റെ വേറെ ട്രാൻസാക്ഷൻ ചെയ്ത എമൗണ്ട് ഒന്നും ഇല്ല, 125 രൂപ ഉള്ളൂ. അപ്പോൾ അത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഓപ്ഷൻ വരും. നിങ്ങൾക്ക് 6 months to 24 months വരെ നിങ്ങൾക്ക് EMI കൺവേർട്ട് ചെയ്യാം. അപ്പോൾ അതിൽ ഇൻട്രസ്റ്റ് നോർമലി HDFC വരിക 20% ഒക്കെയാണ് വരിക. അപ്പോൾ അത് നോക്കിയിട്ട് എടുക്കുക. പ്രൊസസിംഗ് ചാർജ് എക്സ്ട്രാ ഫസ്റ്റ് EMIയിൽ പ്രൊസസിംഗ് ചാർജ് വരും കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് സുഖമായിട്ട് EMI കൺവേർട്ട് ചെയ്യുക. നമ്മുടെ നെറ്റ് ബാങ്ക് ഇത്ര സുഖം എന്ന് പറയാൻ പറ്റില്ല. നമ്മുടെ ബാക്കിയുള്ള ബാങ്കുകളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്കത് കുറച്ച് ഹെക്റ്റിക് ആണെന്ന് വെച്ചാൽ നെറ്റ് ബാങ്കിലൊക്കെ പോകണം. അപ്പോൾ അങ്ങനെ കുറച്ച് കുഴപ്പങ്ങളൊക്കെ ഉണ്ട്. വേറെ നോക്കിക്കഴിഞ്ഞാൽ കുഴപ്പമില്ല. ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണെന്ന് വെച്ചാൽ അങ്ങനെയൊന്നും അല്ല എന്ന് മാത്രമാണ്. അപ്പോൾ നെറ്റ് ബാങ്കിൽ പോയി കഴിഞ്ഞാൽ ഒന്നുകൂടി ഞാൻ പറയാം, നെറ്റ് ബാങ്ക് ഹോം പേജിൽ പോയി കഴിഞ്ഞാൽ മുകളിൽ ഇങ്ങനെ കുറേ ഡീറ്റെയിൽസ് ആണ്. അതിൽ കാർഡ് സെക്ഷൻ എടുക്കുക. കാർഡ് സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ട്രാൻസാക്ഷൻ എടുക്കുക. ട്രാൻസാക്ഷൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് സ്മാർട്ട് EMI ഫീച്ചറിന് വരും. അതിൽ നിങ്ങൾക്ക് ഇവിടെ കാർഡ് നമ്പർ, നിങ്ങൾക്ക് മൾട്ടിപ്പിൾ കാർഡ്സ് ഉണ്ടെങ്കിൽ കാർഡ് സെലക്ട് ചെയ്യുക, വ്യൂ കൊടുക്കുക. വ്യൂ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആ ട്രാൻസാക്ഷൻസ് ഫുള്ള് വരും. അപ്പോൾ എലിജിബിൾ ആയിട്ടുള്ള ട്രാൻസാക്ഷൻ ഉണ്ടെങ്കിൽ അവിടെ കാണിക്കും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് ഓപ്ഷൻ വരും. അത്രേ ഉള്ളൂ. പിന്നെ നമുക്കൊരു OTP വരും. അത് കഴിഞ്ഞാൽ നമ്മുടെ EMI കൺവേർട്ട് ആയെന്ന് പറഞ്ഞാൽ നമുക്കൊരു മെസ്സേജും വരും. അപ്പോൾ ഇത്രയാണ് നമ്മുടെ EMI കൺവേർട്ട് ചെയ്യാനുള്ള HDFC ബാങ്ക് ക്രെഡിറ്റ് കാർഡുകളുടെ ഈസി ആയിട്ടുള്ള നെറ്റ് ബാങ്കിങ് ചെയ്യാൻ പറ്റുന്ന സംഭവമാണ്. നിങ്ങൾക്ക് ഫോണിലും ചെയ്യാം. നമ്മളിപ്പോൾ ഫോണിൽ കാണിച്ച പോലെ നെറ്റ് ബാങ്കിങ് സൈറ്റ് ആയതുകൊണ്ട് തന്നെ ഫോണിൽ ചെയ്യുമ്പോൾ കുറച്ച് പാടാണ്, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. പക്ഷെ ഇതിന് ഇവരുടെ മൈ കാർഡ്സ് ആപ്പിലും അതൊരു സംഭവത്തിലൊന്നും ഈ EMI ഫീച്ചേഴ്സ് സംഭവമൊന്നും ആഡ് ചെയ്തിട്ടില്ല. അവർ ഭയങ്കര ഒരു നെഗറ്റീവാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇവരെ നോർമൽ EMI കൺവേർട്ട് ചെയ്യാനുള്ള പ്രൊസീജിയർ കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. എന്തായാലും സംശയം കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. നമ്മളെല്ലാ കമൻറ്റ് റിപ്ലൈ കൊടുക്കുന്നതാണ്. അപ്പോൾ ഞാൻ അടുത്ത് കാണാം. ബൈ.